പൂവർ തിങ്സ് 2023 അവസാനമാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. തിയേറ്റർ റിലീസായിരുന്നു. നമ്മളുടെ എമ്മ സ്റ്റോണിന് ബെസ്റ്റ് ആക്ട്രസ് എമ്മി നേടിക്കൊടുത്ത സിനിമയാണ്. അപ്പം ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പാണ് ഈ എമ്മി അവാർഡ് പ്രഖ്യാപിക്കുന്നതും ഈ ഒരു അവാർഡ് കിട്ടുന്നതൊക്കെ. അപ്പം എന്താണ് ഈ ഒരു സിനിമയിൽ ഇത്രയൊരു എമ്മി അവാർഡ് കിട്ടാനായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പം സിനിമ തിയേറ്റർ റിലീസ് നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഇവിടെ തിയേറ്ററിൽ റിലീസിലായിരുന്നു. അതുകൊണ്ട് തന്നെ OTT വരട്ടെ എന്ന് വിചാരിച്ചു. ഞാനൊരു കോമഡി ഫാൻറ്റസി സിനിമ കാണാനായിട്ടാണ്, അങ്ങനെ കോമഡി ഫാൻറ്റസി ജോണറിലുള്ള സിനിമയാണിത്, അങ്ങനത് കാണാനായിട്ട് ഇപ്പോൾ പോയിരിക്കുന്നത്. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ഓക്കെ ഒരു കോമഡി ഫാൻറ്റസി സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഒരു ഫ്രാങ്കൻസ്റ്റൈൻ വൈബൊക്കെ കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ന്യൂഡിറ്റിയും സെക്ഷുവൽ സീൻസും വെറുതെ അല്ല എമ്മ സ്റ്റോണിൻ്റെ അവാർഡ് കിട്ടുന്നത്. കാരണം പെർഫോമൻസ്, ഇജാതി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീര പെർഫോമൻസ്. അതായത് ഒരു ഓസ്കാർ നോമിനേഷൻ ഇതിനകത്ത് ഉറപ്പാണ്. ഓസ്കാർ അവാർഡ് കിട്ടുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഓസ്കാർ അവാർഡ് കിട്ടാനുള്ള സാധനമുണ്ട്, അത്രയ്ക്ക് അടിപൊളി. ആ ഒരു ക്യാരക്ടറിനെ, അതായത് ബെല്ല ബാക്സ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ, അത് അഭിനയമൊന്നുമല്ല, അത് ജീവിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് എമ്മ സ്റ്റോൺ ഏത് ലെവൽ വരെ അഭിനയത്തിൽ പോകും എന്നുള്ളത്. ലാലാലാൻ്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇപ്പം സ്പൈഡർമാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈവൻ അതൊക്കെ ഒന്നുമല്ലാതെ ഈ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ലിറ്ററലി ന്യൂഡിറ്റി ഉണ്ട്, സെക്ഷുവൽ സീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ഗംഭീരമായിട്ട് ആ സാധനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് മാർക്ക് റഫലോയുടെ ഡങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടർ, മാർക്ക് റഫലോട് ഇങ്ങനെ ഇത്ര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ കാണാത്ത ഒരു ഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്യാരക്ടർ ഡങ്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്യം ഡഫയുടെ ആ ഒരു ബാക്സ്റ്റർ എന്ന് പറയുന്ന, ഗോഡ്വിൻ ബാക്സ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളി ഒരു ഫ്രാങ്കൻസ്റ്റൈൻ ലെവൽ സാധനമാണ്. അതായത് ഒരു സർജനാണ്, ഡോക്ടറാണ്. അപ്പം ഈ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂവർ തിങ്ങിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെല്ല ബാക്സ്റ്റർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ചെയ്യുന്നു, മരിക്കുന്നു. അപ്പം പ്രഗ്നൻ്റായിട്ടാണ് മരിക്കുന്നത്. അപ്പം ഗോഡ്വിൻ ബാക്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഡോക്ടറാണ്. ഇങ്ങനെ നമുക്കറിയാവുന്നതാണ് ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ ലെവൽ സാധനമൊക്കെ എന്താണെന്നുള്ളത്. അതായത് പുള്ളി എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പുള്ളിക്ക് ഇഷ്ടം. അങ്ങനെ പുള്ളി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ആ വയറ്റിൽ കിടന്ന കുട്ടിയുടെ ബ്രെയിൻ എടുത്തിട്ട് ഈ ബെല്ലയ്ക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പം ബെല്ല ഒരു ഗ്രോണപ്പ് ഹ്യൂമൻ ആണെങ്കിൽ കൂടി ബെല്ലയുടെ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് ഈ ബെല്ല എന്ന് പറയുന്ന ക്യാരക്ടർ സെക്ഷുവൽ സാധനങ്ങൾ, അതായത് അത് കണ്ടുപിടിക്കുന്നു. പുള്ളി സെക്ഷുവൽ തിങ്സ് കണ്ടുപിടിക്കുന്നു, അത് ഫൈൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് സെക്സ് സീൻസേ ഉള്ളൂ. പുള്ളിക്കാരി അവിടെ ഇവിടെ എല്ലാം പോയ കളിയാണ്, കളിയോട് കളി. അവസാനം പുള്ളി ഈ ബെല്ല എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഡങ്കൻ്റെ ഒരു വക്കീലാണ്, ഡങ്കൻ്റെ കൂടെ ഡങ്കൻ്റെ കൂടെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകും. അവിടെ ആദ്യം തൊട്ട് അവിടെ തുടങ്ങുന്നതാണ് ഈ സീനുകൾ. പിന്നെ അങ്ങോട്ട് വരുന്നവരും പോകുന്നവരും എല്ലാം, പിന്നെ ക്യാരക്ടറിൽ എണ്ണാറൊന്നുമില്ല, പിന്നെ ഭയങ്കര രീതിയിൽ അങ്ങ് പോവുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് റാമി യൂസഫിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, മാക്സ് മെക്കാൻഡിൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ മാക്സ് മെക്കാൻഡിൽസിനെയാണ് ബെല്ലയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് ഗോഡ്വിൻസ് വെച്ചിരുന്നത്. അപ്പം ഇത് പോയി കഴിഞ്ഞിട്ട് ഇവരെന്നെ കൂടെ വേറൊരു ഇതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻറ്റ് വേറൊരു പെണ്ണിൻ്റെ അടുത്ത് നടത്തുന്നു. പക്ഷേ അതൊന്നും അത്ര വിജയിക്കുന്നില്ല. അവസാനം ഈ ഗോഡ്വിന് ഒരു സീരിയസ് ആയിട്ട് വയ്യാണ്ടൊക്കെ ആവുന്ന സമയത്ത് ബെല്ലയെ തിരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ബെല്ലയുടെ പാസ്റ്റ് എന്താണെന്ന് അറിയുന്നു, ബെല്ലയുടെ പാസ്റ്റിലുള്ള ആൾ വരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതും അവസാനം ഒരു ഹാപ്പി എൻഡിങ്ങിൽ പോയിരിക്കുന്നൊരു സാധനമൊക്കെയാണ് ഈ ഒരു പൂവർ തിങ് എന്ന് പറയുന്നത്. ഞാൻ ഒരു പക്ക കോമഡി ഫാൻറ്റസി സിനിമ കാണാൻ പോയിട്ട് ഈ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ ഇതെന്ത് കോമഡി ഫാൻറ്റസി, ഇത് ഫാൻറ്റസി ഒന്നുമല്ല, ഇത് മറ്റേ 50 Shades ഒക്കെ മാറി നിൽക്കും ആ ലെവൽ സാധനമാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം 50 Shades കാണിക്കുന്നൊരു പരിധിയുണ്ട്, അതൊക്കെ മേലെയാണ്. ഇത് ആ ഒരു ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. ഇതിനകത്തൊരു പർട്ടിക്കുലർ സീനിൽ ഒരു ഡാൻസിങ് സീനുണ്ട് ബെല്ലയുടെ, അത് നമ്മൾ കാണിച്ചിരിക്കുന്നതാണ്. അതായത് പുതിയ സാധനങ്ങൾ നമ്മൾ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യുമ്പം എങ്ങനെയായിരിക്കും ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇതിനകത്ത് ബെല്ല കാണിക്കുന്നത് ബ്രില്യൻ്റായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ഓസ്കാർ എമ്മ തോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ലെവൽ പെർഫോമൻസിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മാർക്ക് റഫലോയുടെ ക്യാരക്ടറൊക്കെ സീരിയസ്ലി ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം വില്ലൻ ഡഫയൊക്കെ നമുക്കറിയാം, പുള്ളിക്കാരൻ വില്ലനായിരുന്നു പണ്ട്, ഇപ്പം ഒരു പോസിറ്റീവ് റോളൊക്കെ ചെയ്യുന്നു. പക്ഷേ
അതിലും പുള്ളിയുടെ സാധനം ഒരു സിഗ്നേച്ചർ സാധനം ചെയ്യുമെന്ന് നമുക്കറിയാം. അതൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും പുവർ തിങ്സ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വീട്ടിൽ വന്നിരുന്ന് ഒന്ന് എൻ്റർടൈൻ ചെയ്യണം, ഒന്ന് റിലാക്സ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പുവർ തിങ്സ് ഇടുക, വലിയ ടി വിയിലൊക്കെ ഇട്ട് കാണുക. അതോടെ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു റിവ്യൂ നിർത്തുകയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.